ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായികയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. മാലിന്യമുക്ത ജില്ലയായി ആലപ്പുഴയും കോഴിക്കോടും കണ്ണൂരും മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം. അന്താരാഷ്ട്ര സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഉടൻ തുടങ്ങുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായികയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. ദിസനായികയുടെ ക്ഷണപ്രകാരമാണ് ശ്രീ മോദി 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ശ്രീലങ്കയിലെത്തിയത്. ആരോഗ്യം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധമാണ് പ്രധാന ചർച്ചാ വിഷയം. ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025, ബോയിലേഴ്സ് ബിൽ 2024 എന്നിവയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ഇന്ത്യയിലേക്കുള്ള വിദേശികളുടെ പ്രവേശനം, താമസം തുടങ്ങിയവ നിയന്ത്രിക്കുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ. ബോയിലറുകളുടെ നിയന്ത്രണം, ബോയിലറുകൾ മൂലമുള്ള അപകടം എന്നിവ ഒഴിവാക്കി ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാനാണ് ബോയിലേഴ്സ് ബിൽ ലക്ഷ്യമിടുന്നത്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കണ്ണൂർ, ആലപ്പുഴ ജില്ലകളെ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. ആലപ്പുഴയിൽ മന്ത്രി പി പ്രസാദും കണ്ണൂരിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമാണ് പ്രഖ്യാപനം നടത്തിയത്. ജില്ലകളിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയ്ക്ക് ഹരിത പദവി പ്രഖ്യാപനം പൂർത്തിയായ സാഹചര്യത്തിലാണ് ജില്ലാതല പ്രഖ്യാപനം നടത്തിയത്. അതേസമയം കോഴിക്കോടിനെയും മാലിന്യമുക്ത ജില്ലയായി ഇന്ന് പ്രഖ്യാപിക്കും. വൈകുന്നേരം മന്ത്രി A.K. ശശീന്ദ്രൻ പ്രഖ്യാപനം നടത്തും. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരളോത്സവം 2025 ഈ മാസം 8 കോതമംഗലത്ത് തുടക്കമാകും. കേരളോത്സവത്തിന്റെ തീം സോങ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രകാശനം ചെയ്തു. 4 ദിവസം നീണ്ടുനിൽക്കുന്ന കേരളോത്സവം 11 സമാപിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഔദ്യോഗിക പോസ്റ്റർ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ഇന്ന് കാസർഗോഡ് പ്രകാശനം ചെയ്യും. 4ാം വാർഷിക പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 21 മുഖ്യമന്ത്രി പിണറായി വിജയൻ കാലിക്കടവ് മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ സംഘടിപ്പിക്കുന്ന പ്രചരണ പരിപാടികൾ ഈ മാസം 8 മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേരുന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അധ്യക്ഷത വഹിക്കും. അന്താരാഷ്ട്ര സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഉടൻ തുടങ്ങുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കായിക കേരളത്തിന്റെ കുതിപ്പും കിതപ്പും എന്ന വിഷയത്തിൽ കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിലും കാലിക്കറ്റ് പ്രസ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഏകദിന സ്പോർട്സ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇത് സംബന്ധിച്ച് വിവിധ രാജ്യങ്ങളിലെ സർവകലാശാലകളുമായി ചർച്ച നടത്തിയതായും മന്ത്രി പറഞ്ഞു. തൊടുപുഴ നഗരസഭാ ചെയർമാനായി UDF-ലെ കെ ദീപക് തിരഞ്ഞെടുക്കപ്പെട്ടു. 12-നെതിരെ 14 വോട്ടുകൾക്കാണ് കെ ദീപക് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് BJP-യുടെ 8 അംഗങ്ങളും വിട്ടുനിന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ ഏകീകൃത പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാക്കുന്ന K-സ്മാർട്ട് സംവിധാനം സംസ്ഥാനത്ത് ഈ മാസം 10 മുതൽ പൂർണ്ണസജ്ജമാകും. ksmart.lsgkerala.gov.in വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും സേവനങ്ങൾ ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരത്ത് സമരം തുടരുന്ന ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ കമ്മീഷനെ വയ്ക്കണമെന്ന നിലപാട് കോൺഗ്രസിനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതുമായി ബന്ധപ്പെട്ട് INTUC നേതാവ് നടത്തിയ പരാമർശം പരിശോധിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതേസമയം ആശമാരുടെ സമരം ഇന്ന് 55ാം ദിവസത്തിലേക്കും അനിശ്ചിതകാല നിരാഹാര സമരം 17ാം ദിവസത്തിലേക്കും കടന്നു. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഇടുക്കി മറയൂരിൽ 16 ഗോത്രവർഗ്ഗ ഗ്രാമങ്ങളിലെ 1000 ഏക്കർ തരിശുഭൂമി വിളനിലമായി. ഇവിടെ നടത്തിയ വിളവെടുപ്പിലൂടെ ടൺ കണക്കിന് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഇതിനോടകം വിപണിയിലെത്തിക്കാൻ ഗോത്ര സമൂഹത്തിന് കഴിഞ്ഞു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. തരിശായി കിടക്കുന്ന ഭൂമി കൃഷിയിടമാക്കി മാറ്റുന്ന ജോലികൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടതോടുകൂടിയാണ് ഗോത്ര സമൂഹത്തിന്റെ ജീവിതം മാറിമറിഞ്ഞത്. മുൻപ് തെരുവപ്പുല്ല് കൃഷിയായിരുന്നു ഇവരുടെ ഏക വരുമാന മാർഗം. വർഷങ്ങൾക്ക് ശേഷം ഇവിടെ കാട് വെട്ടിത്തെളിച്ച പച്ചക്കറി വിത്തുകൾ പാകി. ഇതോടെ വനാവകാശ നിയമപ്രകാരം വിട്ടുകിട്ടിയ ഭൂമിയിൽ ഭൂരിഭാഗവും വിളനിലമായി. തരിശായി കിടന്നിരുന്ന ഭൂമിയിൽ നിന്നും ഗോത്ര സമൂഹം വിളയിച്ചെടുത്തത് കോടികൾ വിലമതിക്കുന്ന പച്ചക്കറികളാണ്. കാട്ടുകുർക്ക, വിവിധയിനം ബീൻസുകൾ, റാഗി, കപ്പ, ചോളം, കാട്ടുപടവലം, തൈലപ്പുല്ല്, സൂര്യകാന്തിപ്പൂക്കൾ തുടങ്ങിയവയെല്ലാം ഇന്ന് മറയൂരിലെ മലനിരകളിലുണ്ട്.
ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകുന്നേരം 3:30 ചെന്നൈയിലാണ് മത്സരം. ചണ്ഡീഗഡിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 മത്സരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുള്ള സ്ത്രീയുടെ നിപ പരിശോധനാ ഫലം നെഗറ്റീവ്. മലപ്പുറത്തു നിന്നും റഫർ ചെയ്ത സ്ത്രീക്കാണ് രോഗമില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ജബൽപൂരിൽ ആക്രമണത്തിനിരയായ മലയാളി വൈദികൻ ഡേവിസ് ജോർജിന് പിന്തുണ അറിയിച്ച് സംസ്ഥാന സർക്കാർ. മന്ത്രി കെ രാജൻ ഫാദർ ഡേവിസിന്റെ കൂട്ടനെല്ലൂരിലെ വീട്ടിൽ വീണ്ടും സന്ദർശനം നടത്തി. വൈദികനുമായി മന്ത്രി വീഡിയോ കോളിലൂടെ സംസാരിച്ചു. വനിതാ വ്യവസായ സമിതിയും കുടുംബശ്രീയും സംയുക്തമായി ഒരുക്കിയ വിഷു വിപണന മേള കണ്ണൂർ ടൗൺ സ്ക്വയറിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വനിതകൾക്ക് വ്യാവസായിക രംഗത്തും നിർമ്മാണ രംഗത്തും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്തരം വിപണന മേളകളെന്ന് മന്ത്രി പറഞ്ഞു. ഏപ്രിൽ 13 വരെ നടക്കുന്ന വിപണന മേളയിൽ 64 സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട്ടെ വിലങ്ങാട് ഉൾപ്പെടെ വാണിമേൽ പഞ്ചായത്തിലെ 3 വാർഡുകളിൽ ജില്ലാ കളക്ടർ നിർമ്മാണ പ്രവൃത്തികൾക്ക് വിലക്കേർപ്പെടുത്തി. വിലങ്ങാട് പുനരധിവാസ പ്രവർത്തന അവലോകന യോഗത്തിലാണ് തീരുമാനം. കേന്ദ്ര സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഉദ്യാനവും പാർക്കും നവീകരിക്കും. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിച്ചതോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. 75 കോടിയോളം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് മലമ്പുഴയിൽ നടപ്പാക്കുക. ആലപ്പുഴയിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇന്ന് സിറ്റിംഗ് നടത്തും. ഉച്ചകഴിഞ്ഞ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സിറ്റിംഗിൽ ജില്ലയിൽ നിന്ന് നേരിട്ട് പരാതികൾ സ്വീകരിക്കുന്നതോടൊപ്പം വാട്സ്ആപ്പ് നമ്പർ മുഖേനയും ഓൺലൈനായും അപേക്ഷകൾ സമർപ്പിക്കാം. ലഹരി ഉപയോഗത്തിനും അക്രമങ്ങൾക്കുമെതിരെ കണ്ണൂരിൽ രൂപീകരിച്ച അമ്മമാരുടെ കൂട്ടായ്മ മദേഴ്സ് ആർമിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് രാത്രി നടത്തം സംഘടിപ്പിക്കും. പയ്യാമ്പലത്ത് മുൻ DGP ഋഷിരാജ് സിംഗ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണം ഗ്രാമിന് 90 രൂപ കുറഞ്ഞ് 8,310 രൂപയും പവന് 720 രൂപ താഴ്ന്ന് 66,480 രൂപയുമാണ് ഇന്നത്തെ വില. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നവീകരിച്ച പാമ്പൻ റെയിൽ പാലത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ നിരീക്ഷിക്കാൻ അദ്ദേഹം രാമേശ്വരം സന്ദർശിക്കും. റെയിൽ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും ചടങ്ങിൽ പങ്കെടുക്കും. കണ്ണൂർ പറശ്ശിനിക്കടവിനടുത്ത് ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗം നടത്തിയ യുവാക്കളെ MDMAയുമായി എക്സൈസ് സംഘം പിടികൂടി. മട്ടന്നൂർ സ്വദേശി മുഹമ്മദ് ഷംനാദ്, വളപട്ടണം സ്വദേശി മുഹമ്മദ് ജംഷിൽ, ഇരിക്കൂർ സ്വദേശിനി റഫീന, കണ്ണൂർ സ്വദേശിനി ജസീന എന്നിവരെയാണ് പിടികൂടിയത്. അടുത്ത മാസം 12 നടക്കുന്ന മംഗളാദേവി ചിത്ര പൌർണമി ഉത്സവം സുഗമവും സുരക്ഷിതവുമായി നടത്തുന്നതിന് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന യോഗം ചേർന്നു. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തുന്ന ഭക്തർക്ക് സുഗമമായ ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മലപ്പുറം അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് പൂരോത്സവത്തിന്റെ 3ാം ദിനമായ ഇന്ന് വൈകിട്ട് ഉത്സവ കൊടിയേറ്റം നടക്കും. 3ാം പൂര ദിനമാണ് തിരുമാന്താംകുന്നിൽ ഉത്സവ കൊടിയേറ്റം. 2ാം ദിനമായ ഇന്നലെ നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ഹരിത കർമ്മസേനയ്ക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 88.27 ലക്ഷം വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യം ശേഖരിക്കാനായതായി മന്ത്രി MB രാജേഷ്. ഇക്കഴിഞ്ഞ മാർച്ചിലെ ഹരിതമിത്രം ആപ്പ് പ്രകാരമുള്ള കണക്കാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായികയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. മാലിന്യമുക്ത ജില്ലയായി ആലപ്പുഴയും കോഴിക്കോടും കണ്ണൂരും മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം. അന്താരാഷ്ട്ര സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഉടൻ തുടങ്ങുമെന്ന് മന്ത്രി V അബ്ദുറഹിമാൻ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.